إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവിൻ്റെ വിധിവിലക്കോടെ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും യഥാവിധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രദ്ധിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയ വിശ്വാസികളെ, ഇന്ന് ഖുതുബയായി തെരഞ്ഞെടുത്തിട്ടുള്ള വിഷയം അതീവ ഗൗരവമേറിയ, നമ്മൾ ഓരോരുത്തരും വളരെ പ്രാധാന്യപൂർവം ചിന്തിക്കേണ്ടുന്ന ഒന്നാണ്. വഴിതെറ്റുന്ന യുവത, വഴി കാണിക്കുന്ന ഇസ്ലാം എന്ന ടൈറ്റിൽ ഒരു വിഷയം നിങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കുമ്പോൾ സമീപകാലത്ത് നമ്മുടെ യുവാക്കളിൽ വന്നുകൊണ്ടിരിക്കുന്ന ജീവിത പരാജയങ്ങളും സംഭവ വികാസങ്ങളും അതിനെയൊക്കെ വിശകലനം ചെയ്തുകൊണ്ട് നമ്മൾ വളരെ പ്രാധാന്യപൂർവ്വം ചർച്ച ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്, ഒരു വിഷയമാണിത് എന്ന് തോന്നിയത് കൊണ്ടാണ്. നമ്മൾ മനസ്സിലാക്കിയതാണ്, ഒരു സമൂഹത്തിൻ്റെ ശക്തിയും നാളെയുടെ പ്രതീക്ഷയും അവിടെയുള്ള യുവാക്കളാണ്. യുവത നന്നായാൽ ആ സമൂഹം നന്നാകും.
യുവാക്കൾ തകർന്നാൽ കുടുംബവും സമൂഹവും രാജ്യവും തകർന്നു പോകും. നമ്മുടെ ചുറ്റുപാടുകളെ കണ്ണു തുറന്നു നോക്കിയാൽ നമുക്കിന്ന് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് പല യുവാക്കളും വഴിതെറ്റുന്നു എന്നുള്ള ഒരു പച്ച പരമാർത്ഥം. പല യുവതികളും ജീവിത നൈരാശ്യത്തിൽപ്പെട്ട് ആശയക്കുഴപ്പത്തിൽ അലയുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. തൻ്റെ ജീവിതത്തിനൊരു ലക്ഷ്യമില്ലാതെ ദീനിൽ നിന്ന് അകന്ന് നഫ്സിന്റെ അടിമകളായി ജീവിക്കുന്ന പുതിയ തലമുറ അവസാനം ചെന്നെത്തുന്നത് ആത്മഹത്യയിലും കൊലപാതകങ്ങളിലുമൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യഥാർത്ഥ ചിത്രമാണ്. മതത്തിന്റെ വിജ്ഞാനത്തിൽ നിന്നുള്ള അകന്നുപോക്കും ഇസ്ലാമികപരമായ പ്രവർത്തനങ്ങളിൽ സമീപനങ്ങളിൽ നിന്നൊക്കെയുള്ള മാറി ചിന്തിക്കലും ഒക്കെയാണ് ഇതിന് കാരണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് രണ്ട് പോയിന്റുകൾ മാത്രം, കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ യുവ സമൂഹം ഇങ്ങനെ വഴിപിഴച്ചു പോകാൻ കാരണം? അതിൽ പ്രധാനമായും നമ്മൾക്ക് ഒന്നാമതായി സൂചിപ്പിക്കാനുള്ളത് ഈമാനിന്റെ ദുർബലതയാണ് എന്നുള്ളത് തന്നെയാണ്. സഹോദരങ്ങളെ, ഈമാൻ മനുഷ്യൻ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ശക്തമായാൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പാപങ്ങളുമായി സമീപിക്കാൻ പോലും പേടി തോന്നും. മനസ്സിൽ നിന്ന് ഈമാൻ ദുർബലമായി കഴിഞ്ഞാൽ പിന്നീട് അവനെ സംബന്ധിച്ചിടത്തോളം ഹറാമായ കാര്യങ്ങളെല്ലാം അവൻ ഹലാലായി കാണും. അവന് തോന്നുന്ന കാര്യങ്ങളൊക്കെ തന്നെ അവൻ പ്രവർത്തിക്കും. അതിനൊക്കെ ഓരോ ന്യായങ്ങളും കണ്ടെത്തും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ വന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വന്തത്തെ മറക്കും എന്ന് മാത്രമല്ല, അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള വാക്കുകളും പ്രവർത്തനങ്ങളും ഒക്കെ ആയിരിക്കും അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ വിശ്വാസികളെ താക്കീത് നൽകുന്നത് വലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ. നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിനെ മറന്നവരെ പോലെ ആവരുത്. അങ്ങനെ കഴിഞ്ഞാൽ നിങ്ങൾ സ്വന്തത്തെ തന്നെ മറന്നുപോകും. അങ്ങനെയുള്ള ആളുകളാണ് ഫാസിഖുകൾ, അധർമ്മകാരികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമുക്ക് താക്കീത് നൽകുന്നു. പടച്ചവനെ മറന്ന ഒരു മനുഷ്യന് ഇന്നത് ചെയ്യാം, ഇന്നത് ചെയ്തുകൂടാ എന്നുള്ള ചിന്തയുണ്ടാവില്ല. ആ ഒരു കാഴ്ചയാണ് ഇന്ന് പല യുവാക്കളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള ജീവിതം. അള്ളാഹുവിനെ ഓർമ്മയില്ലെങ്കിൽ പിന്നെ ചെയ്യുന്നതും പറയുന്നതും എല്ലാം അതിനവൻ ന്യായങ്ങൾ കണ്ടെത്തും. ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ ആരെങ്കിലും വല്ല മുടക്കവും അല്ലെങ്കിൽ എന്തെങ്കിലും നസീഹത്തുകൾ അവന്റെ മുമ്പിൽ കൊണ്ടുവരികയാണെങ്കിൽ അവൻ പറയും, അങ്ങനെയൊക്കെ നോക്കിയാൽ ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല. നിങ്ങളൊക്കെ പഴയ 6-ാം നൂറ്റാണ്ടിൽ ജീവിക്കേണ്ടവരാണ്. ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ പുതുതലമുറയിൽ ജീവിക്കേണ്ട ആളുകളെല്ലാം പഴഞ്ചനാണ് എന്ന് പറഞ്ഞ് അതിന്റെ മാർഗനിർദ്ദേശം നൽകുന്ന ആളുകളെ അപഹസിക്കുന്ന പുതിയ തലമുറയാണ് നമ്മുടെ മുമ്പിൽ വളരുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. സഹോദരങ്ങളെ, ഈ അടുത്ത കാലത്തായി ദിവസങ്ങൾക്ക് മുൻപാണ് നമ്മുടെ സമീപ പ്രദേശമായ നിലമ്പൂരിൽ, ഈ പ്രദേശങ്ങളെ കേരളക്കരയെ മൊത്തത്തിൽ ഞെട്ടിച്ച ഒരു സംഭവം, ഒരു കൊലപാതകം. നമ്മളെല്ലാവരും ആശങ്കയോടെയാണ് അത് കേട്ടത്. കേവലം 14 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്താണ് അതിന്റെ കാരണം? നമ്മളതിന്റെ നിജസ്ഥിതി അന്വേഷിക്കുമ്പോൾ സംഭവം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഈ പെൺകുട്ടി തന്നെ മറ്റൊരു ഫോണിൽ നിന്ന് തന്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്തിരുന്നു എന്നും
താൻ വളരെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്, വൈകാതെ വീട്ടിലേക്ക് വരുമെന്നുമൊക്കെ ഈ കുഞ്ഞ് തന്നെ തന്റെ പറ്റമ്മക്ക് ഫോൺ ചെയ്തു എന്നുള്ള വിവരം സമൂഹ മാധ്യമങ്ങൾ പങ്കുവെക്കുമ്പോ ഈ കൊലപാതകത്തിലേക്ക് നയിക്കാനുണ്ടായിരുന്ന സാഹചര്യങ്ങളിലേക്ക് വഴിവെച്ചത് നമ്മളൊക്കെ കുട്ടികൾ എന്ന് വിചാരിക്കുന്ന പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയാണ് എന്ന് പറയുമ്പോ എവിടെയാണ് നമ്മുടെ തലമുറയുടെ പോക്ക്, എവിടെയാണ് ഈ പുതിയ തലമുറ എത്തിയത് എന്ന് നമ്മൾ ഭയത്തോടു കൂടി തന്നെ ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. ഇന്നലെ അവിടെയാണെങ്കിൽ ഇന്നും നാളെയുമൊക്കെയായി നമ്മുടെ വീടുകളിലേക്ക് ഇത്തരം ദുരന്തങ്ങൾ കടന്നു വരുന്നതിനെ സംബന്ധിച്ചിടത്തോളം രക്ഷിതാക്കൾ ഏറെ ഭയപ്പാടിലായി കാണേണ്ടതുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. മക്കളുടെ ജീവിത രീതികളെ സംബന്ധിച്ച് നമ്മൾ ചോദിക്കാറില്ല, പറയാറില്ല, ഒക്കെ ഒരുതരം നിസ്സംഗതയാണ്. പിന്നീട് വല്ലതും വന്ന് ഭവിച്ചു കഴിഞ്ഞാൽ എന്റെ കുട്ടി അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് സമാശ്വസിക്കുന്ന മാതാപിതാക്കളാണ് പലരും. ഇത്തരം ദുരന്തങ്ങളിൽ തന്റെ മക്കൾ പെട്ടുപോകുമ്പോ പിന്നീട് അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി നാടുനീള നെട്ടോട്ടത്തിലും പോലീസ് സ്റ്റേഷനുകളിലും കോടതികളിലും കയറിയിറങ്ങേണ്ടുന്ന ദുരന്തങ്ങൾ സമൂഹത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ ഇങ്ങനെ ആയി പോകുന്നത് എന്ന് നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇസ്ലാം ഈ വിഷയത്തിൽ നിർദ്ദേശിക്കുന്ന പരിഹാര മാർഗം അള്ളാഹുവുമായുള്ള സുദൃഢമായ ബന്ധമാണ് ഉണ്ടാവേണ്ടത് എന്ന് തന്നെയാണ്. ഒരു മനുഷ്യൻ തന്റെ റബ്ബുമായുള്ള കൃത്യമായ ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവന്റെ പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുവാനുള്ള ഒരു മാർഗമായി കൊണ്ട് തന്നെയാണ് ഇസ്ലാം അത് കാണിക്കുന്നത്. നമ്മുടെ മക്കളെ താന്തോന്നികളായി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ ആവശ്യപ്പെടുന്ന സൗകര്യങ്ങളും സുഖങ്ങളും പണങ്ങളും ഒക്കെ നൽകിക്കൊണ്ട് നമ്മൾ തിരിച്ചുവിടുമ്പോ യഥാർത്ഥത്തിൽ നമ്മുടെ മക്കൾ വഴിപിഴക്കാനുള്ള അവസരങ്ങൾ രക്ഷിതാക്കളായ നമ്മൾ ഓരോരുത്തരും തുറന്നു കൊടുക്കുകയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെട്ടാൽ മുകളിൽ പറഞ്ഞതുപോലെ സമൂഹ മാധ്യമങ്ങളിൽ അപഹസിക്കപ്പെടുന്ന ഒരു കുടുംബമായി തീരും. പോലീസ് സ്റ്റേഷനുകളിലും കോടതികളിലും കയറിയിറങ്ങേണ്ടുന്ന ദുരന്തങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ ബോധ്യം നമ്മുടെ മക്കൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുത്തില്ല എങ്കിൽ നമ്മൾ കാണേണ്ടി വരും മനസ്സുകളെ ചത്തവർ, നിരാശ ബാധിച്ച് ജീവിതത്തിനൊരു ലക്ഷ്യവുമില്ലാതെ തോന്നിയ പോലെ വരലും പോകലും മാതാപിതാക്കളോട് കയർത്ത് സംസാരിക്കുന്നവരുമൊക്കെയായ ഒരു തലമുറയായി നമ്മുടെ മക്കൾ മാറും എന്നുള്ള ആ ഒരു ചിത്രം, ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണമെന്നാണ്. വിശ്വാസികളായ ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ ബോധമുള്ള ഒരു മനുഷ്യന്റെ മനസ്സിനാണ് സമാധാനം ഉണ്ടാവുക. എന്റെ പ്രവർത്തനങ്ങൾ റബ്ബ് കാണും, എന്റെ വാക്കുകൾ റബ്ബ് കേൾക്കും, എന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും റബ്ബ് വീക്ഷിക്കുന്നുണ്ടെന്നുള്ള ബോധമുള്ള ആളുകൾക്ക് ആ ഒരു ഓർമ്മയിൽ അവന്റെ പ്രവർത്തനങ്ങളിൽ അവൻ കൃത്യമായ ഒരു ഉദ്ദേശശുദ്ധിയോടുകൂടിയായിരിക്കും തന്റെ ജീവിതം കൊണ്ടുപോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് താക്കീത് നൽകുന്നു. അല്ലദീന ആമനൂ വതത്മഇന്ന ഖുലൂബുഹും ബിദിക്രില്ലാഹ്. ഈമാനുള്ളവർ, അതുപോലെ തന്നെ അവർ അങ്ങനെയുള്ളവരായ ആളുകൾ, അല്ലാഹുവിനെ കുറിച്ച് കൃത്യമായ ബോധമുള്ളവരായ ആളുകൾ തത്മഇന്ന ഖുലൂബുഹും ബിദിക്രില്ലാഹ്. റബ്ബിനെ കുറിച്ചുള്ള നിരന്തരമായ സ്മരണ കാരണത്താൽ അവരുടെ മനസ്സുകൾ സമാധാനമാണ്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയണം, ഒരു മനുഷ്യന്റെ മനസ്സിന് സമാധാനം ഉണ്ടാവണോ, അവൻ റബ്ബിനെ സ്മരിച്ചു കൊണ്ടിരിക്കണം. നമ്മൾ ഓരോരുത്തരും പഠിച്ചതാണല്ലോ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഒക്കെയുള്ള അദ്കാറുകൾ, ഇത്തരം ദിക്റുകൾ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇത്തരം മഹത്തരമായ കലിമത്തുകൾ ഒരു നാവിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അവന്റെ മനസ്സിലേക്ക് അത് വലിയ സമാധാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വഴി കാണിക്കുകയാണ്. ഇസ്ലാം യുവതലമുറയെ, മനുഷ്യരാശിയെ ഒന്നടങ്കം അവന്റെ മോക്ഷത്തിലേക്ക് വഴി കാണിക്കുകയാണ്. ഈ വഴിയിലൂടെയാണ് നമ്മൾ നമ്മുടെ മക്കളെ നടത്തേണ്ടത്. രണ്ടാമതായി, മക്കൾ പിഴക്കാനുള്ള കാരണമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്
ഭൂരിപക്ഷം യുവാക്കളും ഇന്നിന്റെ കാലഘട്ടത്തിൽ നമസ്കാരം എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതായി എന്നുള്ളതാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമസ്കാരം ഉപേക്ഷിച്ച ഒരു തലമുറയിൽ നിന്ന് ഒരു കാരണവശാലും ഒരു നന്മയും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അവരുടെ വാക്കുകളിലും പ്രവർത്തികളിലും ഒന്നും നിങ്ങൾക്ക് ഇഷ്ടകരമാകുന്ന ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞു തന്നതാണ്. വഅഖിമിസ് സ്വലാഹ ഇന്നസ്സലാത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിങ്ങൾ നമസ്കാരം നിലനിർത്തണം. എന്തുകൊണ്ടെന്നാൽ നമസ്കാരം എന്നുള്ളത് ചീത്ത പ്രവർത്തനങ്ങളും മോശകരമായ പ്രവർത്തനങ്ങളിൽ നിന്നും മോശവൃത്തികളിൽ നിന്നും ആ മനുഷ്യനെ കാത്തുരക്ഷിക്കും. കൃത്യമായി നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ ഇത്തരം ദുർഭാഗ്യങ്ങളിലേക്ക്, അന്യരായ പെൺകുട്ടികളുടെ പുറകെ, അന്യരായ ആൺകുട്ടികളുടെ പുറകെ നാട് ചുറ്റുന്ന പ്രവണത ഒരിക്കലും നമസ്കാരം ജീവിതത്തിൽ കൊണ്ടുവന്ന ഒരു മനുഷ്യന് ഉണ്ടാവില്ല എന്നാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലദിക്റുല്ലാഹി അക്ബർ. ഏറ്റവും വലിയ കാര്യം നിങ്ങളുടെ റബ്ബിനെ സ്മരിക്കൽ തന്നെയാണ്. നമസ്കാരത്തിന് കൂടെ ദിക്ർ പറഞ്ഞത് നമസ്കാരം മുഴുവനും റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തേണ്ടുന്ന കാര്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നമസ്കാരമില്ലാത്ത ഒരു മനുഷ്യന്റെ നാവിൽ നിന്ന് അശ്ലീലങ്ങൾ വരും. അവന്റെ ജീവിതത്തിലുടനീളം പാപകരമായ പ്രവർത്തനങ്ങൾ ഉണ്ടാവും. അത് അവന്റെ ജീവിതത്തിലേക്ക് കയറി വരും എന്നുള്ളത് ഒരു പച്ച പരമാർത്ഥമാണ്. ചില ആളുകൾ പറയാറുണ്ട്, മനസ്സ് നന്നായാൽ പോരെ, മനസ്സ് നന്നായാൽ പോരെ, അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ എന്നൊക്കെ. അതെല്ലാം വെറുതെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമസ്കാരം ജീവിതത്തിൽ ഇല്ലാത്ത ഒരു മനുഷ്യന്റെ ഹൃദയം ഒരിക്കലും നന്നാവില്ല എന്നുള്ള തിരിച്ചറിവ് രക്ഷിതാക്കളെ നമുക്കുണ്ടാവണം. നമ്മുടെ മക്കളെ ചെറുപ്പത്തിൽ തന്നെ നമസ്കാരം ശീലിപ്പിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത് അതുകൊണ്ടാണ്. 10 വയസ്സായിട്ട് നമസ്കരിക്കാത്ത മക്കളെ അതിന്റെ പേരിൽ അടിക്കാമെന്ന് ഇസ്ലാം പഠിപ്പിക്കുമ്പോ ആ ഒരു മാർഗമാണ് നമ്മുടെ മക്കളിൽ നിന്ന് കൺകുളിർമ നമുക്ക് ലഭിക്കാൻ ഉതകുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാവാൻ അവനിൽ നമസ്കാരം ശീലിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന മാർഗം. മൂന്നാമതായി നമ്മുടെ മക്കൾ നശിക്കാൻ കാരണം ദുഷ്ടരായ സുഹൃത്തുക്കളുടെ സ്വാധീനമാണ്. കൂട്ടുകെട്ടാണ് ഏറ്റവും വലിയ അപകടം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിലുഹു. ഒരു മനുഷ്യൻ അവന്റെ സുഹൃത്തിന്റെ മതത്തിലാണ്. അതിനാൽ തന്നെ ആരോടാണ് താൻ കൂട്ടുകെട്ടുന്നത് എന്ന് ഓരോരുത്തരും നോക്കട്ടെ എന്ന് ഇമാം തുർമുദി ഉദ്ധരിച്ച ഒരു ഹദീസിലാണ് നമ്മൾ പഠിക്കേണ്ടത്. യുവാക്കളായ പല ആളുകളും വഴിതെറ്റുന്നത് മോശം സുഹൃത്തുക്കളിൽ നിന്നാണ്. തുടക്കം ഒരു സംഗമം മാത്രമായിരിക്കും, ഒരു സാഹചര്യങ്ങൾക്ക് അനുകൂലമായ പ്രവർത്തനങ്ങളായിരിക്കും, പിന്നീട് ഒരു നേരം പോക്ക്, പിന്നീട് അതിന് അഡിക്റ്റാവുന്ന സാഹചര്യം, അവസാനം ഒന്നും ഒരു നിലയിലും രക്ഷപ്പെടാനാവാത്ത വിധത്തിലുള്ള ഒരവസ്ഥയിലേക്ക് അവന്റെ കൂട്ടുകാരൻ അവനെ കൊണ്ടെത്തിക്കും എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നില്ലേ, ഏറ്റവും നല്ല രൂപമാ ഒരു നല്ല വ്യക്തി, ഒരു നല്ല സുഹൃത്ത് ഒരു സുഗന്ധ വിൽപ്പനക്കാരനെ പോലെയാണ്. സുഗന്ധ വിൽപ്പനക്കാരന്റെ അരികിൽ ചെന്നാൽ ഒന്നുകിൽ അയാൾ നമ്മുടെ ശരീരത്തിൽ ഒരല്പം സുഗന്ധം പൂശിത്തരും, അത് നമുക്ക് സുഗന്ധം ആസ്വദിക്കാം. അല്ലെങ്കിൽ അയാളുടെ സമീപത്ത് നിന്നാലും നമുക്ക് നല്ല വാസന ലഭിക്കും. ഒരു നല്ല സുഹൃത്ത് ആ മനുഷ്യനെ നല്ല മനുഷ്യനാക്കി മാറ്റും. തെറ്റായ പ്രവർത്തനങ്ങൾ കണ്ടാൽ, തെറ്റായ സ്വഭാവങ്ങൾ കണ്ടാൽ ഉടനെ തിരുത്തുന്ന ഒരു നല്ല സുഹൃത്താണ് നമ്മുടെ മക്കൾക്കുണ്ടാവേണ്ടത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റമാണ് ഇന്ന് സമൂഹം വഴിപിഴച്ചു പോകുന്നതിനുള്ള ഏറ്റവും വലിയ ഒരു കാരണമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അശ്ലീല സംസ്കാരവും യുവതലമുറയെ വല്ലാതെ നശിപ്പിച്ചു. ശൈത്താൻ നമ്മുടെ വീടുകളിലേക്ക് മൊബൈലിന്റെയും ഇന്റർനെറ്റിന്റെയും ഒക്കെ രൂപത്തിൽ കടന്നു വന്ന് നമ്മുടെ മക്കളുടെ സ്വകാര്യതകളെ മലീമസമാക്കിക്കൊണ്ട് പിശാച് അവരുടെ മനസ്സുകളെയും അവരുടെ ഹൃദയങ്ങളെയും ആകെ താറുമാറാക്കി കളഞ്ഞു എന്നുള്ള തിരിച്ചറിവ് രക്ഷിതാക്കളെ നമുക്കുണ്ടാവണം. നമ്മുടെ മക്കളെ നമ്മൾ കൈപിടിക്കണം, അവരെ ചേർത്ത് പിടിക്കണം. വഴിപിഴക്കുന്നതിനുള്ള സാഹചര്യങ്ങളിൽ നിന്ന് അവരെ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. ഇല്ല എങ്കിൽ നാളെ നമുക്കെതിരെ സാക്ഷി പറയുന്ന ഏറ്റവും വലിയ ഒരു ദുരന്തത്തിലേക്ക് നമ്മുടെ മക്കൾ ചെന്നെത്തുമെന്നുള്ള ആ ഒരു ബോധം, ആ ഒരു തിരിച്ചറിവ്
ഓരോ രക്ഷിതാക്കൾക്കും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അതില്ലാത്ത വീടുകളിൽ നിന്നാണ് ഇത്തരം മോശകരമായ സംഭവങ്ങളും ഇത്തരം മോശകരമായ വാർത്തകളും ഒക്കെ നമ്മൾ കേൾക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് സമീപകാല പ്രവർത്തനങ്ങളുടെ ആ ഒരു കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വിശകലനം ചെയ്തുകൊണ്ട് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ മക്കൾ നമുക്ക് പ്രിയപ്പെട്ടവരാകണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത്. അങ്ങനെയുള്ള നമ്മുടെ കൺകുളിർമ നൽകുന്ന നല്ല മക്കളായി നമ്മുടെ മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി തരുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ والصلاة والسلام على المصطفى وعلى آله وصحابته المرتضى أما بعد. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയാണ്. അള്ളാഹുവിന്റെ വിധിവിലക്കുൾ ജീവിതത്തിൽ ഒരിക്കൽ കൂടെ പാലിക്കണമെന്ന് ഒരിക്കൽ കൂടെ എല്ലാവരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഓരോ മാതാപിതാക്കളുടെയും സമൂഹത്തിൻ്റെയും ഏറ്റവും വലിയ ഉത്തരവാദിത്വം നമ്മുടെ മക്കളുടെ ഭാവിയെ സംബന്ധിച്ച് തന്നെയാണ്. അവരുടെ ഭാവിയെ നന്നാക്കുന്നതിന് വേണ്ടിയാണ് ആയിരങ്ങളും പതിനായിരങ്ങളും ഒക്കെ ചെലവഴിച്ചുകൊണ്ട് നമ്മൾ അവർക്ക് സൗകര്യങ്ങളും വിദ്യാഭ്യാസങ്ങളും എല്ലാം അവരുടെ മുമ്പിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുന്നത്. ഭൗതികപരമായ സുഖങ്ങളിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ കൈപിടിക്കുമ്പോൾ ഒരിക്കലും മറന്നു പോകരുത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ബോധം അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ. മക്കളിൽ നിന്നുള്ള ചീത്തയായ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ചില മാതാപിതാക്കൾ അവരെ ശപിക്കാറുണ്ട്, ചീത്ത പറയാറുണ്ട്. ഒന്ന് നമ്മൾ മനസ്സിലാക്കണം, തല്ലേണ്ടുന്ന ഒരു പ്രായമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നീട് ആ മനുഷ്യനെ ബലം പിടിച്ചുകൊണ്ട് ഒരിക്കലും നന്നാക്കിയെടുക്കാൻ കഴിയില്ല. സ്നേഹപൂർണമായ ഉപദേശങ്ങൾ മാത്രമാണ് അവരുടെ മനസ്സുകളെ സ്വാധീനം ചെലുത്തുക എന്നാണ്. വീട്ടിൽ നിന്ന് കിട്ടാത്ത സ്നേഹം അന്വേഷിച്ചാണ് പല ആളുകളും ഇതര ആളുകളിലേക്ക് ചെല്ലുന്നത്. കാമുകന്മാരായും അതുപോലെ തന്നെ വഴിവിട്ട ബന്ധങ്ങളിലേക്കുമൊക്കെ നമ്മുടെ മക്കളുടെ മനസ്സുകൾ പോകുന്നത് കൃത്യമായ ബോധത്തോടു കൂടിയുള്ള സ്നേഹത്തോടു കൂടിയുള്ള ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും നമ്മുടെ വീടുകളിൽ നിന്ന് ലഭിക്കാത്തത് കൊണ്ടാണ് എന്നുള്ള തിരിച്ചറിവ് രക്ഷിതാക്കളായ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചതാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങൾ മറ്റുള്ളവരോട് മാന്യമായ വാക്ക് പറയണം. അത് മക്കളാണെങ്കിലും നാട്ടുകാരാണെങ്കിലും ഒക്കെ നല്ല വാക്കുകളാണ് നമ്മുടെ നാവിൽ നിന്നും ഉണ്ടാവേണ്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ യുസ്ലിഹു ലക്കും അഅമാലക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു നന്നാക്കി തരും. നമ്മൾ നമ്മുടെ മക്കളെ ഏതൊരു ലക്ഷ്യം വെച്ചാണോ നമ്മൾ കാണുന്നത്, ആ ഒരു നന്മയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണിച്ചു തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നമ്മുടെ പാപങ്ങൾ അല്ലാഹു നമുക്ക് പുറത്തു തരും. വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും ആരൊക്കെ അനുസരിക്കുന്നുവോ അവനാണ് മഹത്തായ വിജയം നേടിയവൻ എന്ന് അല്ലാഹു നമുക്ക് സന്തോഷം അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, തൗബയുടെ വാതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നിട്ടിരിക്കുകയാണ്. മക്കളിൽ തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതവരെ സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അത് തിരുത്തുവാനും അള്ളാഹുവിലേക്ക് അടുക്കുവാനും വേണ്ടി, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു വരുവാൻ വേണ്ടിയുള്ള നല്ല സ്നേഹത്തോടു കൂടിയുള്ള ഉപദേശങ്ങൾ അതാണ് വേണ്ടത്. وَقُلْ يَا عِبَادِيَ الَّذِينَ أَسْرَفُوا عَلَى أَنفُسِهِمْ لَا تَقْنَطُوا مِنْ رَحْمَةِ اللَّهِ إِنَّ اللَّهَ يَغْفِرُ الذُّنُوبَ جَمِيعًا. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ തന്റെ അടിമകളോട് സ്നേഹത്തോടു കൂടി പറയുന്ന വാക്കാണ്, എന്റെ അടിമകളെ, അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, ഒരുപാട് പാപങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ട് സ്വന്തം ശരീരത്തോട് അക്രമം ചെയ്തിട്ടുണ്ട് നിങ്ങളെങ്കിൽ, അങ്ങനെയുള്ളവരായ ആളുകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, പടച്ച തമ്പുരാന്റെ കാരുണ്യത്തിൽ നിങ്ങൾ ഒരിക്കലും നിരാശരാകരുത്.
ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മുഴുവൻ പാപങ്ങളും നിങ്ങൾക്ക് പുറത്തു തരും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അവൻ വളരെയധികം പാപം പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകളെ സന്തോഷം അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, തൗബയാണ്, തന്റെ പാപങ്ങൾ അല്ലാഹുവിനോട് ഏറ്റുപറയാനുള്ള മനസ്ഥിതിയാണ് എന്നിലും നിങ്ങളിലും ഉണ്ടാവേണ്ടത് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. നമ്മുടെ കുട്ടികളിൽ സംഭവിക്കുന്ന വീഴ്ചകൾ അത് സ്നേഹത്തോടുകൂടി അവരൊരു കുറ്റവാളിയായി കാണാതെ അത് തിരുത്തി കൊടുക്കുക. അള്ളാഹുവുമായുള്ള ബന്ധം അവരെ ദൃഢമാക്കുക. നമസ്കാരങ്ങൾക്ക് വേണ്ടി അവരെ പള്ളികളിലേക്ക് നിങ്ങൾ പറഞ്ഞയക്കുക. പള്ളികളും നമസ്കാരങ്ങളുമായി അവരുടെ മനസ്സ് ബന്ധിപ്പിക്കുക. സ്നേഹത്തോടെ ഉപദേശിച്ചു നോക്കൂ, ഒരുപാട് പരിണിത ഫലമുണ്ടാവും. അതിന്റെ ഫലം നമ്മുടെ മക്കളെ കൺകുളിർപ്പിക്കുന്നവരായി നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത്. ഏതൊരു വഴിതെറ്റുന്ന യുവതയെയും വഴി കാണിക്കുന്ന മാർഗമാണ് ഇസ്ലാമിന് വരച്ചു കാണിക്കുവാനുള്ളത്. ആ മാർഗത്തിലൂടെ നമ്മൾ നീങ്ങിയാൽ തീർച്ചയായും നമ്മുടെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഏറ്റവും നല്ലവരായി ലഭിക്കുമെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അല്ലാഹുവേ, ഞങ്ങളുടെ പുതിയ തലമുറയെ, യുവതയെ നീ ശരിയായ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണമേ റഹ്മാനെ. അല്ലാഹുവേ, അവരുടെ ഹൃദയങ്ങളിൽ നീ ഈമാൻ ശക്തമാക്കണമേ. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും പാപങ്ങളിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ നാടിനെയും സമൂഹത്തെയും എല്ലാവിധ ഫിത്നകളിൽ നിന്നും നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളുടെ മക്കളിൽ നിന്ന് കൺകുളിർമയുള്ള പ്രവർത്തനങ്ങൾ, വാക്കുകൾ, അതുപോലെയുള്ള എല്ലാ ചെയ്തികളും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا وأجر والدينا من النار. اللهم أجرنا وأجر والدينا من النار. اللهم أجرنا وأجر والدينا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين.